ചില ദിവസങ്ങളിൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ ആൾക്കാർ കണ്ട ശേഷം പിന്നെ വീഡിയോ അങ്ങോട്ട് ഫ്രീസായി പോവാണ് കേട്ടോ. ഏറി വന്നാൽ ഒരു 10 പേര് കാണുന്നുണ്ടാവും. അതിനുശേഷം വീഡിയോ അങ്ങനെ നിൽക്കുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. പിന്നെയും ഞാൻ ഇട്ട് നോക്കും, അതിനും അതേ അവസ്ഥ തന്നെ. അങ്ങനെ ഞാൻ പെൻഡിങ്ങിൽ വെച്ചിട്ടുള്ളൊരു വീഡിയോ ആണ് ഇട്ടത്. ഇത് ഞാൻ ഐഷുവിൻ്റെ ബർത്ത്ഡേൻ്റെ അന്ന് ഷൂട്ട് ചെയ്തൊരു വീഡിയോ ആണ്. രാവിലെ പോകുമ്പോൾ ഫ്രണ്ട്സിന് കൊടുക്കാനുള്ള മിഠായി ഒക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതല്ലാതെ ഇപ്രാവശ്യം ഒന്നും ഉണ്ടാക്കണില്ല എന്നാണ് കേട്ടോ ഐഷുവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഐഷുവിനോട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഓൾക്ക് സ്കൂൾ വിട്ട് വരുമ്പോൾക്ക് സർപ്രൈസ് ആയിട്ട് ഡ്രസ്സും കേക്കും വാങ്ങിച്ചു വെക്കണം എന്നുള്ളത്. അങ്ങനെ അതാ ഓള് വൈകുന്നേരം സ്കൂളൊക്കെ വിട്ട് വന്നു ഐഷുവിൻ്റെ ഫ്രണ്ട്സ് ഓൾക്കുള്ള ഗിഫ്റ്റൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഡ്രസ്സ് മാറിവാന്ന് പറഞ്ഞ് ഓൾ ഉള്ളിലേക്ക് പോയ സമയത്താണ് ഞങ്ങൾ സിറ്റ് ഔട്ടിൽ കേക്കും ഡ്രസ്സും ഒക്കെ സെറ്റാക്കി വെച്ചത്. ഐഷു ശരിക്കും സർപ്രൈസ്ഡ് ആയി. ഡ്രസ്സ് ഓൾക്ക് നല്ല ഇഷ്ടാവും ചെയ്തിട്ടുണ്ട്. ഏകദേശം ഓളെ ഡ്രസ്സിന് മാച്ച് ആവുന്ന രീതിക്കുള്ള ഒരു ഡിസൈൻ തന്നെയാണ് ഞങ്ങൾ കേക്കിനും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതിനടുത്തുള്ള ഒരു താത്ത തന്നെയാണ് കേട്ടോ കേക്കൊക്കെ സെറ്റാക്കി തന്നത്. കേക്ക് കയ്യിൽ കിട്ടുമ്പോൾ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. ഡ്രസ്സിൻ്റെ അതേ ഒരു പാറ്റേൺ തന്നെ ആയിരുന്നു കേട്ടോ കേക്കിനും. ഏകദേശം സെയിം കളറും അങ്ങനെ തന്നെ ആയി കിട്ടിയിട്ടുണ്ടായിരുന്നു. ഐഷുവിൻ്റെ ഫ്രണ്ട്സൊക്കെ വന്ന് കേക്കൊക്കെ കട്ട് ചെയ്ത് അവരെല്ലാവരും കേക്കൊക്കെ കഴിച്ച് കൂട്ടത്തിൽ ആരുടെ ബർത്ത്ഡേ വന്നാലും ഇവർ പരസ്പരം ഗിഫ്റ്റുകൾ കൈമാറും കേട്ടോ. അതിപ്പോൾ പേപ്പറിൽ ഒരു വിഷസ് എഴുതിയിട്ടാണെങ്കിലും അവരെ കൊണ്ട് കഴിയുന്ന പോലെ അവർ ചെയ്യാറുണ്ട്. അങ്ങനെ അവരെല്ലാവരും കേക്കൊക്കെ കഴിച്ച് അവർ കൊണ്ടുവന്ന ഗിഫ്റ്റൊക്കെ കൊടുത്തിട്ട് അവർ മടങ്ങിപ്പോയി കേട്ടോ. ഇത്തവണ ഞാനങ്ങനെ കാര്യമായിട്ട് ഫുഡൊന്നും കരുതിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ സ്പെഷ്യൽ ഫുഡ് എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ ഇവരും കൂടെ വിളിച്ചിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഫ്രണ്ട്സ് കൊടുത്ത ഗിഫ്റ്റൊക്കെ അപ്പം തന്നെ ഓപ്പൺ ചെയ്ത് നോക്കണം കേട്ടോ. ബർത്ത്ഡേക്ക് ഞങ്ങൾ അങ്ങനെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഗിഫ്റ്റൊന്നും ഇതുവരെ കൊടുത്തിട്ടില്ല കേട്ടോ. എന്തെങ്കിലും അവരുടെ സന്തോഷത്തിന് ചെറുതായിട്ട് കൊടുക്കും. അതിൽ തന്നെ ഒക്കെ ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ ഇതാ ഇപ്പോൾ രാത്രി ആയിട്ടുണ്ട്. കാക്ക വരാൻ നേരം വൈകിയതുകൊണ്ട് തന്നെ സല്ലുവിൻ്റെ ഗിഫ്റ്റ് ഇപ്പോഴാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. അങ്ങനെ അതും ഓപ്പൺ ചെയ്ത് ഒരുപാട് കാലമായിട്ട് ഓൾ ആഗ്രഹിക്കുന്ന ഒന്ന് തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ